മെഷീൻ ലേണിംഗ് മോഡലുകളെ ലേൺ ചെയ്യുന്നതിന് മെയിനായിട്ട് 3 രീതിയിലാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. സൂപ്പർവൈസ്ഡ് ലേണിംഗ്, അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ്, റെയിൻഫോഴ്സ്മെന്റ് ലേണിംഗ്. ഇതിൽ ലേബിൾഡ് ഡേറ്റ വെച്ചിട്ടാണ് സൂപ്പർവൈസ്ഡ് ലേണിംഗിൽ മെഷീൻസ് ലേൺ ചെയ്യുന്നത്. അതേപോലെ അൺസൂപ്പർവൈസ്ഡ് ലേണിംഗിൽ നമ്മൾ കൊടുക്കുന്ന ഡേറ്റയിലെ പാറ്റേൺസുകൾ കണ്ടുപിടിച്ചിട്ടൊക്കെയാണ് മെഷീൻ ലേണിംഗ് മോഡലുകൾ പഠിക്കുന്നത് ഓരോ കാര്യങ്ങൾ. ഈ റെയിൻഫോഴ്സ്മെന്റ് ലേണിംഗിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ ഡെവലപ്പ് ചെയ്ത മോഡലുകൾ അത് ഏജന്റ് എന്നാണ് പറയുന്നത്. ഈ ഏജന്റ് അതിന്റെ സറൗണ്ടിങ്സുമായിട്ട് ഇന്ററാക്ട് ചെയ്ത് അവിടെ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻസ് അനുസരിച്ച് ഓരോ ആക്ഷൻസ് പെർഫോം ചെയ്യും. അതിനനുസരിച്ച് കിട്ടുന്ന പെനാൽറ്റി അല്ലെങ്കിൽ റിവാർഡിനനുസരിച്ചാണ് അടുത്ത ഡിസിഷൻ എന്തെടുക്കണം എന്നുള്ളത് ഇവർ ഡിസൈഡ് ചെയ്യുന്നത്. അതിൽ വരുന്ന കീ കോൺസെപ്റ്റുകൾ, ഇപ്പം റെയിൻഫോഴ്സ്മെന്റ് ലേണിംഗ് എന്താണെന്ന് അറിയണമെങ്കിൽ അതിൽ മെയിനായിട്ട് 5 കീ കോൺസെപ്റ്റുകൾ വരുന്നുണ്ട്. അതിൽ ഫസ്റ്റ് വൺ ഏജന്റ്. ഏജന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡെവലപ്പ് ചെയ്ത ഈ മോഡലുകളെയാണ് ഏജന്റ് എന്ന് പറയുന്നത്. ഇത് ഇന്ററാക്ട് ചെയ്യുന്ന ആ എക്സ്റ്റേണൽ സിസ്റ്റത്തിനെയാണ് എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് സ്റ്റേറ്റ്. ആ ഏജന്റിന്റെ കറന്റ് സിറ്റുവേഷൻ എന്താണോ അതിന് സ്റ്റേറ്റ് എന്നും, ആ സ്റ്റേറ്റ് അനുസരിച്ച് ഈ ഏജന്റ് എടുക്കുന്ന ആക്ഷൻസിനെയാണ് ആക്ഷൻസ് ഉണ്ടാവും. അതിനനുസരിച്ച് അവർക്ക് കിട്ടുന്ന റിവാർഡ്. ചെയ്ത കാര്യങ്ങൾ ഓക്കെ ആണെങ്കിൽ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഫീഡ്ബാക്കും, ചെയ്തതിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇതിനി ഫോളോ ചെയ്യേണ്ട എന്നുള്ള ഉദ്ദേശത്തോടെ നമ്മൾ പറയുകയാണെങ്കിൽ അതൊരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഫീഡ്ബാക്കാണ് ഈ ഏജന്റുകൾക്ക് കിട്ടുന്നത്. റെയിൻഫോഴ്സ്മെന്റ് ലേണിംഗ് എന്താണ് എന്നുള്ളതിന്റെ വർക്കിംഗ് പറയുകയാണെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന ബെസ്റ്റ് എക്സാമ്പിൾ ആണ് സെൽഫ് ഡ്രൈവിംഗ് കാറുകൾ. അതിൽ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഏജന്റ് ഒബ്സർവ്സ് ദ കറന്റ് സ്റ്റേറ്റ്. ഇപ്പം സെൽഫ് ഡ്രൈവിംഗ് കാറുകളുടെ കേസിൽ പറയുകയാണെങ്കിൽ അതിനകത്തുള്ള സെൻസേഴ്സ് ആ കാറ് റോഡിൽ അതിന്റെ ബൗണ്ടറിയിൽ നിന്നും എത്ര ഡിസ്റ്റൻസിലാണ് മാറി നിൽക്കുന്നത്, അതേപോലെ തൊട്ട് മുൻപിലുള്ള വാഹനവുമായിട്ട് എത്ര ഡിസ്റ്റൻസിലാണ് നിൽക്കുന്നത്, സീബ്ര ലൈൻ ആണോ, സിഗ്നൽ എന്താണ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഈ സെൻസർ ഇൻഫർമേഷൻ ആയിട്ട് ഏജന്റിന് പാസ് ചെയ്യും. ആ കിട്ടിയ ഇൻഫർമേഷൻസ് അനുസരിച്ചാണ് അടുത്ത സ്റ്റെപ്പിൽ ഏജന്റ് ചൂസസ് ആൻഡ് ആക്ഷൻ. ആ കിട്ടിയ ഇൻഫർമേഷൻ അനുസരിച്ച് ഇപ്പം പോകുന്ന ലൈൻ ഓക്കെയാണോ, അതോ ലെഫ്റ്റിലേക്കോ റൈറ്റിലേക്കോ മൂവ് ചെയ്യണോ, അതോ ഈ ബൗണ്ടറിയിൽ നിന്ന് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക, ഇത്തരത്തിലുള്ള ആക്ഷൻസ് എല്ലാം ഏജന്റ് ചെയ്യും. അതിനുശേഷം ആ ചെയ്ത ആക്ഷൻസ് ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ ഓക്കെയാണ്, നിങ്ങൾ ഇത് ഫോളോ ചെയ്തോളൂ എന്നുള്ള ഉദ്ദേശത്തോടെ ആ ചെയ്ത കാര്യത്തിന് അപ്രീഷിയേറ്റ് ചെയ്യുക എന്നുള്ളൊരു ഐഡിയയോടെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് അല്ലെങ്കിൽ ഒരു റിവാർഡ് കൊടുക്കും. ചെയ്ത കാര്യങ്ങൾ റോങ് ആണ്, ഈ ചെയ്തത് ഇനി ഫോളോ ചെയ്യാൻ പാടില്ല എന്നുള്ള ഉദ്ദേശത്തോടെ ഒരു നെഗറ്റീവ് ഫീഡ്ബാക്ക് അല്ലെങ്കിൽ ഒരു പെനാൽറ്റി കൊടുക്കും. ഫ്യൂച്ചറിൽ ഈ കിട്ടിയ പെനാൽറ്റി അല്ലെങ്കിൽ റിവാർഡിനെ നോക്കിയിട്ടാണ് അതിന് ഓൾറെഡി ഉള്ള നോളജ് ഇത് അപ്ഡേറ്റ് ചെയ്യും. പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടിയ പെനാൽറ്റി ഇതിനി കണ്ടിന്യൂ ചെയ്യാം എന്നുള്ള ഉദ്ദേശത്തോടെ അത് മനസ്സിലാക്കും. നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇനി ഇത് ഫോളോ ചെയ്യേണ്ട എന്ന് മോഡലിന് മനസ്സിലാവും. മെയിനായിട്ട് 2 ടൈപ്പ് റെയിൻഫോഴ്സ്മെന്റ് ലേണിംഗ് ആണ് പറയുന്നത്. പോസിറ്റീവ് റെയിൻഫോഴ്സ്മെന്റ് ലേണിംഗും നെഗറ്റീവ് റെയിൻഫോഴ്സ്മെന്റ് ലേണിംഗും. അതായത് നമുക്ക് കിട്ടിയ ഈ മോഡലിന് കിട്ടിയ ആക്ഷൻസ് ഓക്കെയാണ്, ഇതിങ്ങനെ ഫോളോ ചെയ്തോളൂ എന്നാണ് പോസിറ്റീവ് റെയിൻഫോഴ്സ്മെന്റ് ലേണിംഗിൽ പറയുന്നത്. നെഗറ്റീവ് റെയിൻഫോഴ്സ്മെന്റ് ലേണിംഗിൽ നിങ്ങൾ ചെയ്ത കാര്യം ഇനി ഫോളോ ചെയ്യാൻ പാടില്ല, കിട്ടിയ പെനാൽറ്റിക്ക് അനുസരിച്ച് ഇതിനെ ചെയ്യാൻ പാടില്ല എന്നുള്ള ഉദ്ദേശത്തോടെയാണ് റെയിൻഫോഴ്സ്മെന്റ് ലേണിംഗിൽ പറയുന്നത്. RLന്റെ അതായത് റെയിൻഫോഴ്സ്മെന്റ് ലേണിംഗിന്റെ അപ്ലിക്കേഷൻസ് പറയുകയാണെങ്കിൽ റോബോട്ടിക്സ്, അതേപോലെ ഗെയിമിംഗ് പ്ലാറ്റ്ഫോമുകളിൽ ചെസ് പോലത്തെ ഗെയിംസിൽ, പിന്നെ സെൽഫ് ഡ്രൈവിംഗ് കാറുകളിൽ, റെക്കമെൻഡേഷൻ സിസ്റ്റത്തിലൊക്കെ തന്നെ ഈ RL അഥവാ റെയിൻഫോഴ്സ്മെന്റ് ലേണിംഗ് മെയിനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പം കൺക്ലൂഡ് ചെയ്യുന്നതിന് മുൻപ് എന്താണ് RL എന്ന് പറയുകയാണെങ്കിൽ ഒരു ഏജന്റ് അല്ലെങ്കിൽ ഒരു മോഡല് അതിന്റെ സറൗണ്ടിങ്സുമായിട്ട് ഇന്ററാക്ട് ചെയ്ത് അവിടെ നിന്ന് കിട്ടുന്ന ആക്ഷൻസിനനുസരിച്ച് ഡിസിഷൻസ് എടുക്കുക. ചെയ്ത കാര്യം ഓക്കെ ആണെങ്കിൽ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഫീഡ്ബാക്കും, ചെയ്തത് റോങ് ആണെങ്കിൽ ഒരു പെനാൽറ്റിയും കിട്ടും. ആ കിട്ടുന്ന റിവാർഡിനനുസരിച്ച് അല്ലെങ്കിൽ പെനാൽറ്റിക്ക് അനുസരിച്ച് അത് അതിന്റെ നോളജ് അപ്ഡേറ്റ് ചെയ്ത് ഫ്യൂച്ചറിൽ ബെറ്റർ ഡിസിഷൻസ് എടുക്കും.